ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി.ജെ.പി. അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും നിർണായക നീക്കം നടത്തുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. തർക്കം പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് സമവാക്യവും സമവായവും കണ്ടെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഡൽഹിയിൽ ബി.ജെ.പി. ഉന്നതതല യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റുമായ ജെ.പി. നദ്ദ, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്, ബി.ജെ.പി. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ബി.എൽ. സന്തോഷ് എന്നിവരാണ് യോഗം ചേർന്നത്. ഏപ്രിൽ 20 കഴിയുന്നതോടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ ആരംഭിച്ച മെയ്യിൽ ആദ്യ വാരത്തോടെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ സൂചന. തർക്കം പരിഹരിക്കാൻ സമവായം രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ ചുമതലക്കാരെ യോഗം നിയമിക്കുകയും ചെയ്തു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏതാനും പേരുകളും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മോദി ഷാ നോമിനികളെ പിന്തള്ളിക്കൊണ്ട് യോഗി ആദിത്യനാഥ് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറക്കിയതാണ് ഈ അപ്രതീക്ഷിത നീക്കം. ഇതോടെയാണ് അതുവരെ സുഗമമായി മുന്നോട്ട് നീങ്ങിയ മോദി ഷാ നീക്കത്തിന്റെ വേഗത കുറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യോഗി പിടിമുറുക്കിയിരുന്നു. വോട്ടെണ്ണലിൽ ആദ്യ റൗണ്ടിൽ വാരണാസിയിൽ മോദി പിന്നിലാകുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ പാർട്ടിയിലും യോഗി വീണ്ടും പിടിമുറുക്കുന്നതായാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. ഉത്തർപ്രദേശ്, ബംഗാൾ, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടത്. ബി.ജെ.പി. ഭരണഘടനയനുസരിച്ച് 19 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും വേണം. വനിതയെങ്കിൽ വാനതി എന്നതാണ് ബി.ജെ.പിയുടെ നിലവിലെ തീരുമാനം. നീക്കത്തിന് പിന്നിൽ ചില തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെക്കുന്നുമുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ പേരുകളും ബുധനാഴ്ച യോഗം ചർച്ച ചെയ്തിട്ടുമുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറിയായ സുനിൽ ബൻസൻ, വൈസ് പ്രസിഡന്റായ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസ് എന്നിവരുടെ പേരുകളാണ് പുതിയതായി ചർച്ചയിൽ വന്നത്. പ്രായപരിധി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരും ചർച്ചയിലുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, രണ്ടാം നിര നേതാക്കളിൽ പ്രമുഖനായ അനുരാഗ് താക്കൂർ എന്നിവരുടെ പേരുകൾ ഏതാനും നാളുകളായി ചർച്ചയിലുണ്ട്. എന്നാൽ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ മോദി ഷാ സഖ്യം നടത്തുന്നതായും സൂചനയുണ്ട്. ഇക്കുറി ദക്ഷിണേന്ത്യയിൽ നിന്ന് അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നതാണ് അതിൽ ഒന്ന്. തമിഴ്നാട്ടിലും കേരളത്തിലും ആസന്നമായ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംസാരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയായ ജി കിഷൻ റെഡ്ഡി, വാനതി ശ്രീനിവാസൻ, ഡി പുരന്ദേശ്വരി എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ വന്നേക്കും. മറ്റൊന്ന്, ഇത്തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിക്കുമോ എന്നതാണ്. രേഖ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയാക്കിയതും വനിതാ ബിൽ അവതരിപ്പിച്ചതും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ചർച്ച നിലനിൽക്കുന്നത്. വാനതി ശ്രീനിവാസനും പുരന്ദേശ്വരിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം പ്രായപരിധിയും ഇത്തവണ ചർച്ചയിലുണ്ട്. പാർട്ടി ഭരണഘടനയനുസരിച്ച് 60 വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കണമെന്ന് RSSന്റെ നിർദ്ദേശവുമുണ്ട്. മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർലാൽ ഖട്ടർ എന്നിവരുടെ പ്രായപരിധി കർശനമാക്കി കഴിഞ്ഞാൽ അവർ പുറത്തു പോയേക്കാനുമുള്ള സാധ്യതയുണ്ട്. പുതിയ ദേശീയ അധ്യക്ഷന് ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരാളെയാണ് തങ്ങൾ നോക്കുന്നത്. ബി.ജെ.പി. അത്യുന്നത നേതാവായ തന്റെ വിശ്വസ്ത സംഘത്തോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇക്കാര്യം. ജെ.പി. നദ്ദയുടെ പിൻഗാമി ആരാകുമെന്ന സൂചനകൾ ഇതിലുണ്ട് എന്നത് വ്യക്തവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിച്ചതും അധ്യക്ഷൻ സംബന്ധിച്ച ചർച്ചയ്ക്കാണ് എന്നതാണ് നിലവിലെ അറിവ്. RSSനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയാണ് മോദി ആസ്ഥാനത്തേക്ക് സന്ദർശനം നടത്തിയതെന്നതാണ് വിലയിരുത്തൽ. അതോടെ മോദിയുടെ പിൻഗാമിയെ സംബന്ധിച്ച അഭ്യൂഹങ്ങളാണ് പരന്നത് എങ്കിലും നദ്ദയുടെ പിൻഗാമിയാണ് അവിടെ ചർച്ചയിൽ വന്നതെന്നും പറയപ്പെടുന്നുണ്ട്.